ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കുട്ടീസിന് ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇന്ന് 3 ലഞ്ച് ബോക്സ് ഉണ്ട്. ഒന്ന് മോൻ്റെയും കൂടാണ്. മോനെന്ന് പറയുന്നത് അനിയൻ്റെ മോനാണ്, ഇടറിക്കുട്ടേണ്ടത്. അപ്പോൾ മോൻ്റെ പാത്രത്തിലാണ് ആദ്യം വെക്കുന്നത്. ഞാൻ ഇന്നലെ സൺഡേ കുറച്ച് ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കൊണ്ടുപോകാനായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ ബോക്സിനകത്ത് എടുത്ത് ചൂടാറി കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയ്ക്ക് തന്നെ എടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നേ. അപ്പോൾ രാവിലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തത്. അപ്പോൾ മോന് കുറച്ച് ചിക്കനും കൂടെ പിച്ചിയിട്ടിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും വെച്ച് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പപ്പടം നമ്മൾ കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കുമല്ലോ, അതും കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഇളയമോള പാത്രമാണേ. ഇളയമോൾക്ക് കുറച്ച് ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ. ചിക്കനൊന്നും വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പോലും ആൾ ചിക്കനൊന്നും കഴിച്ചില്ല, ചോറ് മാത്രം മതി എന്ന് പറഞ്ഞ് ചോറും പിന്നെ സാലഡും. കുറച്ച് സാലഡ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. ക്യാരറ്റും ചെറിയൊരു പീസ് അച്ചാർ വേണമെന്ന് പറഞ്ഞ് അത് അവൾ തന്നെ വെച്ചത്. ഇത് എൻ്റെ മൂത്ത മോളുടെ പാത്രമാണ്, ദിയാക്കുട്ടൻ്റെ പാത്രം. ദിയാക്കുട്ടന് പ്രത്യേകം പറഞ്ഞൊരു ലെഗ് പീസ് നാളത്തെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ചേക്കണേന്ന് ഞാൻ അത് കണക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് മുകളിൽ വരെ നിറച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റും വെച്ച് പപ്പടം വേറൊരു പാത്രത്തിനകത്താണ് എടുത്ത് വെക്കുന്നത്. പിള്ളേർക്ക് ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഫ്രൈഡ് റൈസും ഒക്കെ ആണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അല്ലാതെ ചോറാണെങ്കിൽ എവിടെ കഴിക്കത്തില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ചോറ് കൊടുക്കും കേട്ടോ. അല്ലാത്ത ദിവസമല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാപ്പി ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്, അത് തന്നെയാണ് ഉച്ചയ്ക്ക് സ്കൂളിലും കൊടുത്തു വിടുന്നത്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടുപേരും ചോറ് കഴിക്കും കേട്ടോ. ഇത് മൂത്താക്കാണ് പപ്പടം എടുത്ത് വെച്ചിരിക്കുന്നത്. സ്നാക്സിനായിട്ട് രണ്ടുപേർക്കും ചിപ്സാണ്. ഇത് മൂത്ത മോളുടെയാണ്, മൂത്ത മൂക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇളയാക്ക് റെഡ് കളറുള്ള പാത്രമാണ്, ഇളയാക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ ബൈ ബൈ, സീ യു.